എക്സ്പ്രഷൻ യൂണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കടയ്ക്കൽ കിളിമരത്ത് കാവിലാണ്. അപ്പം ഞാൻ എൻ്റെ അകത്തേക്ക് പ്രാർത്ഥിക്കാനായിട്ട് കയറി. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ സീനറീസാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അടിപൊളിയാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ നിറയെ ബോഗൺവില്ലയൊക്കെ പൂത്ത് വയ്ക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ അപ്പുറത്തെ സ്ഥലത്തോട്ട് പോവുകയാണ്. ഇവിടെ ആകുമ്പോൾ കുറേ വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട്. എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ചലങ്ക പൂജയൊക്കെ എവിടെയായിരുന്നു. പിന്നെ ഇവിടെ കുറേ വെറൈറ്റി തുളസികളൊക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെയും പേരെനിക്ക് വായിക്കാൻ പറ്റത്തില്ല, കാരണം ചെടികൾ കൊണ്ടത് മറയുവാണ്. എല്ലാ തുളസിയിലും ഇല ഏകദേശം ഒരുപോലെയൊക്കെ ഉണ്ട്. കാട്ടു തുളസി, പിന്നെ ഭസ്മ തുളസി, പിന്നെ ഇങ്ങനെ കുറേ തുളസികളൊക്കെ ഉണ്ട്. നാരങ്ങ തുളസി, ഇനി കുറേ വെറൈറ്റി തുളസികളുണ്ട്, പറഞ്ഞുതരാം. മസാല തുളസി, വിക്സ് തുളസി, പെപ്പർ തുളസി, അഹമോദക തുളസി, പിന്നെ ഓരോ നാളുകളും അതിൻ്റെ മരങ്ങളുമാണ്. എൻ്റെ നാളും ഇതിനകത്തുണ്ട്, കാണിച്ചു തരാമേ. പിന്നെ വെയിലൊക്കെ ആയതുകൊണ്ട് നിറയെ ബോഗൺവില്ലയൊക്കെ പൂത്തിരിക്കുവാണ്. ഇപ്പം കാണുന്ന ഈ ഒരു പൂവില്ലേ, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതേത് പൂവാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ നാൾ കാർത്തികയാണ്, അതിൻ്റെ മരം അത്തിയാണേ. പിന്നെ ഈ കാണുന്നതാണ് ലാസ്റ്റ് ചെയ്ത പ്രതിഷ്ഠ. ഇത് ഫുള്ള് നവഗ്രഹങ്ങളാണ്. ഇതിന് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കണം. പിന്നെ അമ്മയുടെ വക ഒരു ഫോട്ടോഷൂട്ടായിരുന്നു പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഒരു കുളം കണക്കൊരു സംഭവം ഉണ്ട്. അത് കാണാനായിട്ട് അടിപൊളിയാണ്. എനിക്കിത് കാണുമ്പം ശിവലിംഗം പോലെയാണ് തോന്നുന്നത്. ഇതിന് ചുറ്റും പേപ്പർ മാല കെട്ടിയിട്ടേക്കുവാണ്. ഇത് രാമനാമങ്ങളാണ് എന്നാണ് പറയുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലുതായിട്ട് ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞുകൂടാ. അടിപൊളിയല്ലേ കാണാൻ. ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടാണ്. ഒരു കുളം കണക്ക് വന്നിട്ട് അതിൻ്റെ നടുക്കാണ് ഈ അമ്പലം. പിന്നെ ദേ ഇവിടെ കുറേ ആമ്പലുകുളങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തുവാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് ചക്കാണ്. 2-3 ദിവസം മുമ്പ് ഞാൻ ഒരു ഷോർട്സ് ഇട്ടില്ലായിരുന്നു കമണ്ടലുവിനെ കുറിച്ച്. അതാണ് ഇത്. നിറച്ച് കായുണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണം താങ്ങി നോക്കി, എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര ഭാരമായിരുന്നു. പിന്നെ കുറേ ഔഷധ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ദശപുഷ്പം, അതുപോലെയുള്ള കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് പായസവും ഉണ്ണിയപ്പവും മേടിച്ചു. അതിനുശേഷം നമ്മൾ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.